ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ വെനസ്ഡേ എത്തിയിരിക്കുന്നു. ബ്യൂട്ടി വ്ളോഗിൻ്റെ ദിവസം. ഓക്കെ, ഒരു സന്തോഷമൊക്കെ തോന്നുന്നില്ലേ ബ്യൂട്ടി വ്ളോഗിൻ്റെ ദിവസമാകുമ്പോൾ? ഓക്കെ, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ എപ്പോഴും സമയം കിട്ടാറില്ല, അത് മാത്രമേ ഉള്ളൂ ബുദ്ധിമുട്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് എന്തായാലും സമയമുണ്ടാക്കി നമ്മൾ ബ്യൂട്ടി വ്ളോഗ് എടുക്കുകയാണ്. ഇന്ന് പ്രധാനമായിട്ട് ഞാൻ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എപ്പോഴും മുഖം തന്നെയാണ് പ്രധാന ടാർഗറ്റ് ഏരിയ. അപ്പോൾ ഒരുപാട് ഫേസ് പാക്സും ട്രീറ്റ്മെൻറ്റ്സും ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നാച്ചുറൽ വേയിൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ, ഡാർക്ക് സ്പോട്ട്സ്, അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ ഫേസിനുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ, പിന്നെ എന്താ പറയുക, ഒരുപാട് ഇറിറ്റേഷൻസ്, മുഖവുമായി ബന്ധപ്പെട്ടല്ല, പിന്നെ ആക്നെ പ്രോൺ സ്കിൻ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നമ്പർ 1 ഞാൻ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണ് ലിക്വറൈസ്, അഥവാ മുലേത്തി പൗഡർ എന്ന് പറയും, ലിക്വറൈസ് എന്ന് പറയും. മലയാളം പേര് പറഞ്ഞാൽ ഇരട്ടി മധുരം. ഇങ്ങനെ ഇതൊരു റൂട്ടാണ്, ഓക്കെ, ഒരു വേരാണ്. അതിൽ നിന്നുള്ള പൗഡർ ഫോമിലും അതിൻ്റെ വേരായിട്ട് വാങ്ങിയിട്ട് അതിൻ്റെ ഡിക്കോഷൻ ഉണ്ടാക്കി അതിൻ്റെ അല്ലെങ്കിൽ ഇട്ട് വെള്ളം തിളപ്പിച്ചും ഒക്കെ നമുക്ക് പല രീതിയിൽ ലിക്വറൈസ് പൗഡറിനെ അഥവാ ഇരട്ടി മധുരത്തിനെ നമ്മുടെ സ്കിൻ കെയറിന് വേണ്ടി ഉപയോഗിക്കാം. അത് ഏറ്റവും കൂടുതൽ പിഗ്മെൻറ്റേഷൻ മാറാനും സ്കിന്നെ ഈവൻ ഔട്ട് ചെയ്യാനും നല്ലൊരു കംപ്ലക്ഷൻ, നല്ല ബ്രൈറ്റ്, കുറച്ചുകൂടി നമുക്ക് ഉള്ള നിറത്തിനെ കുറച്ചുകൂടി ഒന്ന് ബ്രൈറ്ററാക്കി തരാനൊക്കെ ഏറ്റവും യൂസ്ഫുള്ളാണ് ഈ പിഗ്മെൻറ്റേഷനൊക്കെ മാറാനൊക്കെ. അത് കണ്ടിന്യൂസ് യൂസ് കൊണ്ട് ഡെഫിനറ്റ്ലി ആർക്കാണെങ്കിലും അതിനുള്ള ഗുണം കിട്ടും. അതുപോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. ഞാൻ അധികം ഒരു 2-3 പ്രാവശ്യമൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഞാൻ പറയാറില്ലായിരുന്നു. അത് പറയാം ഇന്ന്. ഓക്കെ, അതും പറയാം. നമ്മുടെ ലിക്വറൈസിനെ ഞാൻ വിടുന്നില്ല. ഇതുപോലെ ലിക്വറൈസിനുള്ളതുപോലെ തന്നെ ഒരു പക്ഷേ അതിനെക്കാട്ടിലും ഒരല്പം കൂടുതലുണ്ടോ എന്ന് എനിക്കറിയില്ല. ദറ്റ് ഇസ് മഞ്ചിഷ്ട. മഞ്ചിഷ്ട എന്ന് പറഞ്ഞാൽ ഒരു വേരാണ്, ഒരു മരത്തിൻ്റെ ഒരു ചെടിയുടെ വേരാണ്. ആ ഒരു വേരെന്ന് പറഞ്ഞാലും അത് പൗഡർ ഫോമിലും വേരായിട്ടും ഉണങ്ങിയ ഫോമിലും ഒക്കെ നമുക്ക് കിട്ടും. അത് മഞ്ചിഷ്ട പൗഡർ വെച്ചിട്ടും മഞ്ചിഷ്ടയുടെ റൂട്ട്സ് വെച്ചിട്ടും ഒക്കെ പല കാര്യങ്ങളും ചെയ്യാം. മഞ്ചിഷ്ട ഉള്ളിലേക്ക് കഴിക്കാനും ഉപയോഗിക്കാറുണ്ട്. ആയുർവേദ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. അതായത് ഭയങ്കരമായിട്ട് ബോഡിയിലെ ടോക്സിൻസ് പുറന്തള്ളാനും ബ്ലഡ് പ്യൂരിഫിക്കേഷൻ ഇൻസൈഡ് ഔട്ട് നടത്താനും ഒക്കെ നല്ലതാണ് മഞ്ചിഷ്ട എന്നാണ് പറയുന്നത്. പിന്നെ സ്കിന്നിലുണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. പിന്നെ ആക്നെ പ്രോൺ സ്കിന്നിന് ആക്നെ മുതലായ കാര്യങ്ങൾ വന്നിട്ടുണ്ടാകുന്ന പാടുകൾ, അത് ഈ ബാക്ടീരിയ വെച്ചിട്ടാണ്. അതായത് ആക്നെ പ്രൊമോട്ട് ചെയ്യുന്ന ബാക്ടീരിയാസ് ഉണ്ട്, അതിനെല്ലാം ഫൈറ്റ് ചെയ്ത് ഓട്ടിച്ചിട്ട് നമ്മുടെ മുഖത്തുണ്ടാകുന്ന കുരു, കാര മുതലായ കാര്യങ്ങളെല്ലാം മാറ്റാനും ഒക്കെ നല്ലതാണ് മഞ്ചിഷ്ടയുടെ എനി ഫോം, പല ഫോമിൽ. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഉള്ളിൽ കഴിച്ചാലും ഭയങ്കര നല്ലതാണ്. അതൊക്കെ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രം കഴിക്കുക, കൺസൾട്ടേഷനോട് കൂടി. പക്ഷേ പുറമേ തേക്കുന്ന കാര്യമാണെങ്കിലും, ഞാനീ പറയുന്ന ഏത് കാര്യമാണെങ്കിലും അതൊരു ചെറിയൊരു ബ്രിക്ക് റെഡ് കളർ പോലെ വരുന്നു, ഒരു കളറുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റെയിൻ പോലെ നമ്മുടെ സ്കിന്നിലൊക്കെ തോന്നും. പക്ഷെ അത് കഴുകിക്കൊണ്ടിരിക്കുക, നമ്മൾ കഴുകി വൃത്തിയായി കഴിഞ്ഞാൽ ഗ്രാജുവലി അത് മാറും. നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാം. ആഴ്ചയിൽ 2 ദിവസം അല്ലെങ്കിൽ മാക്സിമം 3 ദിവസമൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും മഞ്ചിഷ്ട പൗഡർ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതിന് എന്തിൻ്റെ കൂടെ ചേർത്ത് ചെയ്താലും അതിൻ്റെ കളർ ഇങ്ങനെ കയറി നിൽക്കും. അപ്പോൾ ടോക്സിൻസ് പിന്നെ സ്കിന്നിലുണ്ടാകുന്ന ഏതൊരു കാര്യത്തിനും നല്ലതാണ്. നമുക്ക് ഈ പിഗ്മെൻറ്റേഷൻ ഇഷ്യൂ വരുന്നത് തന്നെ എന്തുകൊണ്ടാണ്? മെലാനിൻ്റെ ഓവർ പ്രൊഡക്ഷൻ കൊണ്ടാണ്. അപ്പോൾ അതിനെ ഒന്ന് ഇൻഹിബിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഓവർ പ്രൊഡക്ഷനെയൊക്കെ ഒന്ന് കുറയ്ക്കാനെല്ലാം ഈ മഞ്ചിഷ്ടയ്ക്ക് സഹായിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ മഞ്ചിഷ്ടയും ലിക്വറൈസും കൂടി ചേർന്ന് വന്നാൽ എങ്ങനെയുണ്ടോ? രണ്ടും ഈക്വലി ഗുഡായിട്ടുള്ള കാര്യങ്ങളല്ലേ. അപ്പോൾ ഞാൻ അത് രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഞാനൊരു ക്രീം ഉണ്ടാക്കിയിരിക്കുന്നത്. ക്രീം എന്ന് വെച്ചാൽ ഇത് നമുക്ക് റോ ഫോമിൽ ഉപയോഗിക്കാം. അതായത് മഞ്ചിഷ്ട പൗഡർ, ലിക്വറൈസ് പൗഡറും ഒക്കെ വെറുതെ പാലിൽ കലക്കി തേക്കാം. അല്ലെങ്കിൽ അതിൻ്റെ കൂടെ കുറച്ച് കമ്പോണൻസ് ചേർത്ത് അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് തൈരിലോ പാലിലോ അല്ലെങ്കിൽ റോസ് വാട്ടറിലോ ഒക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് മുഖത്ത് തേക്കാം. ഇതൊന്നും അല്ലാണ്ട് നമുക്ക് വേണമെങ്കിൽ എന്താ പറയുക, വേറൊരു രീതിയിൽ ചെയ്യാം. അതാണ് ഞാനിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അതൊന്ന് അടുപ്പിൽ വെച്ചിട്ടൊരു ക്രീം പോലെ ഒന്ന് കുറുക്കിയെടുക്കാം. അതായത് മഞ്ചിഷ്ട പൗഡർ, ലിക്വറൈസ് പൗഡർ, പിന്നെ കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ടൊന്ന് കുറുക്കി ഒരു ക്രീം ഫോമിലാക്കി എടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് മുഖത്ത് വരട്ടെ. അതാണ് ഞാൻ ഇന്നിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം മനസ്സിലാവുന്നുണ്ടല്ലോ. ഈ പ്രിമച്വർ ഏജിങ് എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ, അതായത് പ്രായത്തിനെക്കാട്ടിലും മുന്നേ പ്രായമായതുപോലെ തോന്നുന്ന സ്കിൻ കണ്ടീഷൻ, അങ്ങനെ ആകുന്നതിനെ ഫൈറ്റ് ചെയ്യാനും നമ്മുടെ മഞ്ചിഷ്ട പൗഡറിന് സാധിക്കും. അതിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ഈ ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ ശരീരത്തിലെ ഫ്രീ റാഡിക്കൽസിനെയും ഫൈറ്റ് ചെയ്തിട്ട്, അതുകൊണ്ട് തന്നെ ആ ഫ്രീ റാഡിക്കൽസിനെ ഫൈറ്റ് ചെയ്ത് ഒരു ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് വരാതിരിക്കാനായിട്ട് സഹായിക്കും. അത് വളരെ പ്രധാനമാണ്. കാര്യം ഒരു പക്ഷേ നമ്മൾ കുറേ ആൾക്കാർക്ക് നമുക്ക് പ്രായം എത്രയായാലും നമുക്ക് ആ പ്രായം തോന്നിക്കില്ല, കുറച്ചേ തോന്നിക്കുള്ളൂ. ചില ആൾക്കാർക്ക് ചെറിയ പ്രായമായിരിക്കും, പക്ഷേ കുറച്ചുകൂടെ കൂടുതലായിട്ട് ഏജ്ഡായിട്ട് സ്കിൻ കണ്ടീഷൻ കൊണ്ട് തോന്നും. സ്കിന്ന് കുറച്ചുകൂടി മോശമായി വരും. അത് പലപ്പോഴും സംഭവിക്കുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈല്, ജീവിത രീതികൾ, കഴിക്കുന്ന ഭക്ഷണം, പിന്നെ മാനസികമായി ഉണ്ടാകുന്ന സ്ട്രെസ്സുകൾ,
പിന്നെ പുറത്തെ അന്തരീക്ഷത്തിൻ്റെ മലിനീകരണം, പൊല്യൂഷൻ, പിന്നെ സണ്ണിൻ്റെ ചൂട്, ഇതെല്ലാം അതിൽ നിന്നുണ്ടാകുന്ന റേസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അതിൻ്റെ ഒരു ദോഷഫലങ്ങൾ എല്ലാം കൊണ്ടാണ് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഫ്രീ റാഡിക്കൽസിൻ്റെ ഒരു എന്താ പറയുക ഓവറായിട്ട് ഉണ്ടാവുകയും അതനുസരിച്ചിട്ട് ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മൾ കടന്നു പോവുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്ന ഇത് ഭക്ഷണ പദാർത്ഥങ്ങളാണെങ്കിലും ഇതുപോലെയുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴും ഒക്കെ നമുക്കതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. പിന്നെ നമ്മളിപ്പോൾ കണ്ണാടയൊക്കെ വെച്ചിട്ടൊരു എന്താ പറയുക കൂളിംഗ് ഗ്ലാസ് അല്ലെങ്കിൽ സൺ ഗ്ലാസ് വെച്ച് കുടയൊക്കെ പിടിച്ച് വെയിലത്ത് നടക്കുന്നത് നല്ലതാണെന്ന് പറയില്ല. അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് പൊല്യൂഷൻ ഫ്രീ ആയിട്ട്. വീട്ടിൽ നിന്ന് പുറത്തുനിന്ന് വരുമ്പോൾ നമ്മൾ വീട്ടിലെത്തിക്കഴിഞ്ഞ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. മുഖം സംരക്ഷിക്കാനായിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് കുറച്ച് മോരൊക്കെ പുരട്ട്, അങ്ങനെ കുറേ കാര്യങ്ങളില്ല കൂളിംഗ് പ്രോപ്പർട്ടീസ് തരുന്ന രീതിയിൽ. അപ്പോൾ ഇങ്ങനെ പിന്നെ മനസ്സിൻ്റെ സന്തോഷമൊക്കെ പ്രധാനമാണ് കേട്ടോ. ഒരാളുടെ ഫേസിലെ എക്സ്പ്രഷൻസ്, മുഖത്ത് എപ്പോഴും ഫ്രൗൺ ചെയ്ത് ചിരിക്കാണ്ട് സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുമ്പോൾ നമുക്കെപ്പോഴും മുഖത്തൊക്കെ ഒരു എന്താ പറയുക ഒരു സൗന്ദര്യത്തിനപ്പുറത്തേക്ക് സൗന്ദര്യം എന്ന് പറയുന്നത് എന്താണ്, ഒരാളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ആ ഒരു ഹാപ്പിനെസ്സും കൂടിയാണ്. ആ ഹാപ്പിനെസ് കുറയുമ്പോൾ നമുക്കതനുസരിച്ചിട്ട് നമ്മുടെ സ്കിന്ന്, നമ്മുടെ ഹെയർ, നമ്മുടെ എല്ലാ കാര്യങ്ങളെയും അത് ബാധിക്കും. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. പിന്നെ ഉറക്കക്കുറവ്, ഉറക്കമില്ലായ്മ, കഴിക്കുന്ന ഭക്ഷണത്തിൽ വൈറ്റമിൻസ്, മിനറൽസ്, മറ്റു കാര്യങ്ങളൊക്കെ കുറഞ്ഞു പോകുന്നത്, പോഷകപ്രദമല്ലാതെ കഴിക്കുന്നത്, അൺഹെൽത്തി ആയിട്ട് കഴിക്കുന്നത് ഒക്കെ നമ്മളെ ബാധിക്കുന്ന കാര്യമാണ്. പിന്നെ മാനസികമായ സമ്മർദ്ദങ്ങൾ, അതൊക്കെ പ്രശ്നമാണല്ലോ. അപ്പോൾ ഇതെല്ലാം ബാധിക്കും. നമ്മളിതൊക്കെ പറയുമ്പോഴും ഇതൊക്കെ ചെയ്യുക, ഇതൊക്കെ നമ്മൾ നമ്മുടെ സെൽഫ് കെയറിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ നമ്മുടെ കാര്യം നോക്കാൻ മറക്കരുത്. അതിനൊക്കെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിൽ നമ്മൾ ആവശ്യമില്ലാതെ നമ്മുടെ സ്ട്രെസ്സുകൾ ഏറ്റുപിടിക്കാതിരിക്കുക, കുറേ കൂടെ കൂളാകാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇങ്ങനെയുള്ള പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ബോഡി പ്രൊട്ടക്ഷൻസ്, നല്ല സൺസ്ക്രീൻ ഇട്ട് പുറത്തിറങ്ങുക, കുട പിടിച്ച് പോവുക, കണ്ണട വെച്ച് പോവുക വെയിലുള്ള സമയത്ത്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക, പാകത്തിന് ഉറങ്ങുക, ആവശ്യത്തിന് ഉറങ്ങുക, ഇതൊക്കെ നമ്മളെ തന്നെ സൂക്ഷിക്കുന്ന കാര്യങ്ങളാണല്ലോ. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കുക. ആ കൂട്ടത്തിലാണ് ഞാൻ പറയുന്ന ഈ ചില കാര്യങ്ങൾ നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. പിന്നെ പൈസ ഉള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് ക്രീംസൊക്കെ വെളിയിൽ നിന്ന് വാങ്ങിയിടുന്നതിലും തെറ്റില്ല. പലതരം നല്ല ക്രീംസ് അവൈലബിൾ ആയിട്ടുണ്ടല്ലോ, സ്കിൻ പ്രൊട്ടക്റ്റീവായിട്ടുള്ള, സ്കിന്നിനെ നറിഷ് ചെയ്യുന്നത്, സ്കിന്നിന് കുറച്ചുകൂടെ റേഡിയൻസും ഗ്ലോയും ഒക്കെ കൊടുക്കുന്ന നല്ല നല്ല പ്രോഡക്റ്റ്സും വാങ്ങാൻ കിട്ടും. അത് നല്ലത് ഏതാണെന്ന് സെലക്റ്റീവായിട്ട് നോക്കിയിട്ട് അത് വാങ്ങാൻ പറ്റുന്നവർക്ക് വാങ്ങാം. ഇതൊന്നും പറ്റാത്തവരുടെ കാര്യം കൂടിയാണ് ഞാൻ പറയുന്നത്. നമുക്ക് വീട്ടിലെ ചേരുവകൾ വെച്ചിട്ട് നമ്മുടെ അഫോർഡബിൾ, നമ്മുടെ കയ്യിലുള്ള പൈസ വെച്ചിട്ട് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് നമ്മുടെ സ്കിൻ കെയർ ചെയ്യാം. പിന്നെ നാച്ചുറൽ സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ അതിനപ്പുറം വെല്ലാനായിട്ട് വേറെ ഒരു കാര്യത്തിന് സാധിക്കില്ല. നമുക്ക് എത്രത്തോളം നേച്ചർ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട്, നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ നമ്മുടെ സ്കിന്നിനെയും ഹെയറിനെയും ഒക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഭക്ഷണ കാര്യത്തിലാണെങ്കിലും തനി നാടനായിട്ടുള്ള നമ്മുടെ വീട്ടുമുറ്റത്ത് കിട്ടുന്ന, അല്ലെങ്കിൽ നമുക്ക് അത്രയും കംഫർട്ടബിളായിട്ട് നമ്മൾ കഴിച്ച് ശീലിച്ച ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ലത്. എത്ര പരിഷ്കാരം ഭക്ഷണം കഴിച്ചാൽ ആ ഒരു ആരോഗ്യമൊന്നും നമുക്ക് കിട്ടില്ല. സ്വാദ് ചിലപ്പോൾ കിട്ടുമായിരിക്കും, നമുക്കൊരു അട്രാക്ഷൻ ഉണ്ടാവും അത്തരം ഭക്ഷണത്തോട്. നമുക്ക് കഴിക്കുമ്പോൾ ഒരു രുചി കൊണ്ട് നമ്മളെ ചിലപ്പോൾ അട്രാക്റ്റ് ചെയ്യായിരിക്കും. പക്ഷേ ഫലത്തിൽ നമുക്ക് ശരിക്കും ഇഫക്റ്റീവായിട്ട് നമ്മുടെ സ്കിന്നിനും നമ്മുടെ ദേഹത്തിനും നമ്മുടെ ആരോഗ്യത്തിനും നല്ല നമ്മുടെ തനി നാടൻ നമുക്ക് കംഫർട്ടബിളായിട്ടുള്ള ഭക്ഷണം തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ കാര്യം. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ ഇങ്ങനെ ഒരു ക്രീം തയ്യാറാക്കാൻ പോലും ഞാനതൊന്ന് ഉണ്ടാക്കുന്ന രീതി ഒന്ന് കാണിച്ചു തരാം. മഞ്ചിഷ്ട പൗഡർ ആൻഡ് ലിക്വറൈസ് പൗഡർ, ഇരട്ടി മധുരവും മഞ്ചിഷ്ടയും കൂടി ചേർത്തിട്ട് കുറച്ച് പാലും ഒഴിച്ചിട്ട് കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് അത് ഒന്ന് തിക്കാക്കി ഒരു കുറുകി ഒരു ക്രീമാക്കി എടുത്തിട്ട് വരാം. അത് നന്നായിട്ട് തണുത്തിട്ടാണ് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യേണ്ടത്. ഇത് അതിമധുരത്തിൻ്റെ പൊടി, ദാറ്റ് ഈസ് ലിക്വറൈസ് പൗഡർ. അതിമധുരപ്പൊടി ഇങ്ങനെയാണ് വരുന്നത്, അതിമധുരപ്പൊടി. പിന്നെ അത് കഴിഞ്ഞിട്ട് അതുപോലെ ഗുണമുള്ളൊരു കാര്യമാണ് മഞ്ചിഷ്ടയുടെ പൊടിയാണിത്. മഞ്ചിഷ്ട പൊടി ഒരു ചെറിയൊരു റെഡിഷ് കളറാണ്, ബ്രിക്ക് കളർ. ഇത് രണ്ടാണ് നമ്മളിന്ന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ്. ഓക്കെ, ഇതൊന്ന് കുറുക്കിയെടുക്കാം. ഇച്ചിരി പാലും റെഡിയാണ്. ആവശ്യാനുസരണം പാൽ ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി കുറുക്കിയെടുക്കാം. ഒരു 1.5 ടീസ്പൂൺ എന്ന് പറയാം. ഓക്കെ, 1.5 ടീസ്പൂൺ. ഇത് നമ്മൾ ലിക്വറൈസ് അഥവാ അതിമധുരം, ഇരട്ടി മധുരം എന്നൊക്കെ പറയില്ലേ, അത് തന്നെ. അതുപോലെ സെയിം ക്വാണ്ടിറ്റി മഞ്ചിഷ്ട 1.5 ടീസ്പൂൺ. ആവശ്യാനുസരണം പാൽ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യണം. മഞ്ചിഷ്ടയുടെ കളർ കയറി നിൽക്കും എന്തായാലും, ആ കളർ അങ്ങനെയാണ്. ഇതിൻ്റെ എന്തൊക്കെയാണ് ഇതിൻ്റെ ഗുണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു, സ്പെഷ്യാലിറ്റീസ്. ഇനി അടുപ്പ് കത്തിക്കാം. നല്ലൊരു ആയുർവേദത്തിൻ്റെ മണമാണ് വരുന്നത്.
കുറച്ച് അരിപ്പൊടി, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തു. അതും കുറച്ച് പാലിൻ്റെ കൂടെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ചേർക്കാം. കട്ടയില്ലാണ്ട് മിക്സ് ചെയ്തിട്ട് കൂടെ നമുക്ക് പാലിൽ മിക്സ് ചെയ്ത് അരിപ്പൊടിയും കൂടി ചേർക്കാം. ഇപ്പോൾ ഒരു കുഴമ്പ് രൂപമാകും. നമുക്കൊരു മുഖത്തിടാൻ പറ്റുന്നൊരു ഫേസ് ക്രീമൊക്കെ പോലെ ആയി വരുന്നു. ഒരു ക്രീം കൺസിസ്റ്റൻസി മതി. റെഡിയായി കഴിഞ്ഞു. ഓഫ് ചെയ്യുന്നു. ഇതാണ് ഞാൻ മുഖത്തിടാൻ പോണ ക്രീം. ഓക്കെ, ഇനി അതല്പം തണുത്തിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വരാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ രീതി നിങ്ങൾ കണ്ടു. ഇതാണ് നമ്മുടെ ക്രീം. തണുത്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി അഥവാ തണുക്കുമ്പോൾ ഇച്ചിരി കൂടെ തിക്കായി പോയി എന്ന് തോന്നുകയാണെങ്കിൽ ഇച്ചിരി പാലോ എന്തെങ്കിലും ഇച്ചിരി കൂടെ ചേർത്തിട്ട് നമ്മളതൊന്ന് അതിൻ്റെ കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇതാണ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ ഒരു ഫേസ് ക്രീം പോലെ ഇരിക്കുന്നില്ലേ. ഓക്കെ, ഇത് നമ്മളൊരു ബാക്കിയുണ്ടെങ്കിൽ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. ഇടയ്ക്കിടയ്ക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് ആഴ്ചയിൽ 2 ദിവസം, അതാണ് ഞാനിപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്നത്. മാക്സിമം ഓഫ് 3 days. ഓക്കെ, കുറച്ചൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് ചെയ്യും. അപ്പോൾ ബേസിക്കലി ഇത് ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മുടെ മുഖത്തിന് നല്ലൊരു, ഞാനിപ്പോൾ പറയുകയാണ് നല്ല കളർ കിട്ടും എന്ന് പറഞ്ഞാൽ അത് ഒരു നെഗറ്റീവായിട്ട് പോകും. കളറല്ലല്ലോ ഇമ്പോർട്ടൻറ്റ്, പക്ഷേ നല്ലൊരു ബ്രൈറ്റൻഡ് കംപ്ലക്ഷൻ കിട്ടും എന്ന് തന്നെ പറയാം. വൈറ്റനിങ്ങിനപ്പുറത്തേക്ക്, വെളുക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് നല്ല റേഡിയൻറ്റ്, നല്ല ഗ്ലോയിങ്, നല്ല തിളങ്ങുന്ന ചർമ്മം എന്നൊക്കെ പറയില്ല, ആ ഒരു ചർമ്മം കിട്ടും. മുഖത്തുണ്ടാകുന്ന പാടുകൾ, പിഗ്മെൻറ്റേഷൻ എല്ലാവരുടെ ഒരു ഇഷ്യൂ ആണ്. എനിക്കും അതൊരു വലിയ ഇഷ്യൂ ആണ്. പിഗ്മെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ കരിമംഗല്യം, അതും പിന്നെ അത് വരുമ്പോൾ പല സ്ഥലത്തും പല കളറായിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ ഈവൻ ഔട്ടാവും, കളറെല്ലാം ഒരുപോലെ ഇരിക്കും. മറ്റേ പല സ്ഥലത്തും പല കളറായിരിക്കും. പിന്നെ എന്താ പറയുക, പിന്നെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ, ഇപ്പം മുഖക്കുരു കൊണ്ടുണ്ടാകുന്നതാകാം, കാര കുരു, അങ്ങനെ പല രീതിയിലാകാം. അതൊക്കെ ഒന്ന് ഫെയ്ഡ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ എല്ലാം കളറ്, ഈ പിഗ്മെൻറ്റേഷൻ ആണെങ്കിലും ഡാർക്ക് സ്പോട്ട്സാണ് വരുന്നത്, ഡാർക്ക് സ്പോട്ട്സ് എല്ലാത്തിൻ്റെയും കളർ ഫെയ്ഡ് ചെയ്യാന്ന് പറയുമ്പോൾ കുറച്ച് കൊണ്ടുവന്നിട്ട് നമ്മുടെ സ്കിൻ ഈവൻ ഔട്ട് ചെയ്ത് തരും. പിന്നെ നല്ലൊരു ബ്രൈറ്റ് കംപ്ലക്ഷൻ, ബ്രൈറ്റ്, പിന്നെ എന്താ പറയുക, ഒരു ഗ്ലോയി ആയിട്ടുള്ളൊരു റേഡിയൻറ്റ് സ്കിന്നാക്കി മാറ്റും. അങ്ങനെ തന്നെയാണ് അതിൻ്റെ കറക്റ്റ് വേർഡ് ഞാൻ പറയുന്നത്, റേഡിയൻറ്റ് സ്കിന്നായിട്ട് മാറ്റും. അപ്പോൾ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്തോ ഒരു മാറ്റം കാണുന്നുണ്ടല്ലോ, നല്ല തിളക്കമുണ്ടല്ലോ സ്കിന്നിൻ്റെ എന്നൊക്കെ പറയണം. അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അത് തന്നെയല്ലേ. നമ്മളെ കാണുമ്പോൾ എല്ലാവരും നന്നായിരിക്കുന്നല്ലോ എന്ന് പറയുന്നതല്ലേ. എന്ത് പറയുമ്പോഴും നമുക്ക് അതല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. പുറത്തേക്ക് ഇറങ്ങുന്നുള്ള നമ്മുടെ നെഗറ്റീവ് പറയുകയാണെങ്കിൽ ആലോചിച്ചോളൂ, കുറച്ച് വണ്ണം വെച്ചിട്ടുണ്ടല്ലോ, കുറച്ചുകൂടെ തടി വെച്ചല്ലോ, കുറച്ചുകൂടെ കറുത്തു പോയല്ലോ, ഇങ്ങനെ പലരും പല രീതിയിലാണല്ലോ. അതിന് പകരം എപ്പോഴും നമ്മൾ കാണുന്നവരെ കാണുമ്പോൾ സന്തോഷത്തോടു കൂടി നന്നായിരിക്കുന്നു കേട്ടോ, കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിരിക്കുന്നു, കുറച്ചുകൂടെ യങ് ലുക്കായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ കേൾക്കുന്ന ആൾക്കൊരു നല്ല സുഖമാണ്. അങ്ങനെ ഇപ്പോൾ ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല, അത് ഒറിജിനലാണോ അല്ലയോ എന്നുള്ളതല്ല, നമ്മൾ വെറുതെ പുകഴ്ത്താൻ വേണ്ടി പറയല്ല. പക്ഷേ നമുക്ക് അവർക്കൊരു സന്തോഷം കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലത്. അതേസമയം നെഗറ്റീവ് പറയാതിരിക്കുക. അങ്ങനെ നമുക്ക് തോന്നിയാൽ പോലും ഒരിക്കലും പറയരുത് വണ്ണം വെച്ചു. പലർക്കും ഭയങ്കര വിഷമമാണ് വണ്ണം വെച്ചു, വണ്ണം കുറഞ്ഞു. പക്ഷേ എനിക്കത് പ്രശ്നമില്ല കേട്ടോ. എനിക്ക് വണ്ണം കൂടിയെന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷം. വണ്ണം വെച്ചു എന്ന് പറഞ്ഞാൽ ഓക്കെ സന്തോഷം. വണ്ണം കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുഴപ്പമില്ല. ഇനി എന്തോ പറഞ്ഞ പോലെ വണ്ണം കുറഞ്ഞാലും എത്ര കുറയാൻ, എത്രയല്ലേ കുറയുള്ളൂ. എനിക്കങ്ങനെ വണ്ണം കുറയണം എന്നില്ല, ജസ്റ്റ് ഓക്കെയാണ്. അതുപോലെ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ലല്ലോ, ചിലരുടെ ഇഷ്ടങ്ങളതാണ്. ഓക്കെ, സോ ദിസ് ഇസ് നമ്മൾ മുഖമൊക്കെ ക്ലീൻഡ് ഫേസാണ്, മേക്കപ്പ് ഒന്നുമില്ല. ഓക്കെ, തുടങ്ങിയാലോ. ഇതിൻ്റെ കൺസിസ്റ്റൻസി നമുക്കൊരു ഇടാൻ പറ്റുന്ന യെസ്, ഇത് ഇത്രയൊന്നും വേണ്ട കേട്ടോ, ബാക്കി ഞാൻ സൂക്ഷിച്ച് വയ്ക്കും. ഇതൊരാഴ്ചയിൽ 1 പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഒരു 3 പ്രാവശ്യം സുഖമായിട്ടിടാം. അപ്പോൾ ഇടുമ്പോൾ കഴുത്തും കൂടി ചേർത്തിടുക നിങ്ങളിടുമ്പോൾ. എനിക്കിപ്പോൾ കാണിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്, ഞാൻ കഴുത്തിനെ കവർ ചെയ്യുന്നത്. ഇതിട്ട് കഴിയുമ്പോൾ ഒരുമാതിരി ഡാർക്ക് റെഡ് കളറിലിരിക്കും കേട്ടോ. അപ്പോൾ അത് ഉണങ്ങി വരുമ്പോൾ അതിനെക്കാട്ടി വൃത്തികേടായിരിക്കും, പക്ഷെ കുഴപ്പമില്ല. ഇതൊരു മാസ്ക്, മാസ്ക്, ഫേസ് മാസ്ക് പോലെ ഇടാം. ഓക്കെ, എല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ ഇടുക. എന്നിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ട് ഇത് വാഷ് ചെയ്യും. ഇപ്പോൾ തിരിച്ച് വരും, ഇത് ഉണങ്ങുമ്പോൾ നോക്കിക്കോളൂ, ഭയങ്കര വൃത്തികേടായിരിക്കും കാഴ്ചയിൽ. അതൊന്നും കാര്യമാക്കുന്നത്, അത് കഴിയുമ്പോൾ നമുക്കൊരു റേഡിയൻറ്റ് സ്കിന്ന് കിട്ടും. ഇത് 1 പ്രാവശ്യമല്ല, ആഴ്ചയിൽ 2 or 3 പ്രാവശ്യം ചെയ്താലാണ് എൻ്റെ റിസൾട്ട് കിട്ടുന്നത്. സ്ഥിരമായിട്ട് എല്ലാ ആഴ്ചയിലും മിനിമം 2 times ചെയ്തു പോകും. നല്ല തണുത്തിട്ടാണ് ഞാനിപ്പോൾ മുഖത്തിടുന്നത്. ഇതിപ്പോൾ നല്ല തണുത്തു.
പോരാത്തതിന് ഞാനിപ്പോൾ കുറച്ച് നേരം ഇത് എ സിയുടെ താഴെ വെച്ചിരിക്കുകയാണ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയം കൊണ്ട്. ഇതിപ്പോൾ നല്ല ഐസ് കോൾഡായി കഴിഞ്ഞു. ഇത് ഫുള്ള് ഇട്ടിട്ട് ഓക്കെ, ഇനി ഇത് ഉണങ്ങിയിട്ട് ഞാൻ തിരിച്ചു വരും. നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞു. ഓക്കെ, ട്രൈ. ഒരു ദൈവമേ, നോക്കി അതിനെ ഒന്ന് വെറ്റാക്കി എടുക്കണം. ഇച്ചിരി വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് 2 പാത്രത്തിലായിട്ട്. ലിക്രൈസിന് കുറച്ചൊരു മധുരമാണ് കേട്ടോ. ഒരു മധുരം വായിൽ തൊടുകയാണെങ്കിൽ ഇരട്ടി മധുരമല്ലേ. ഇളകി വന്നു തുടങ്ങി. കുതിർന്ന് see the difference? കുറച്ചുകൂടെ ബ്രൈറ്റ് ആയില്ലേ. ഞാൻ ഇത് ഫുൾ കഴുകി കഴിഞ്ഞിട്ട് ഒന്നുകൂടി കാണാം നമുക്ക്. ഞാൻ എവിടെയും പോണില്ല, എവിടെയും തന്നെയാണ് കേട്ടോ ഫുൾ കഴുകാൻ പോണേ. അയ്യോ, ഞാൻ 2 പാത്രത്തിലാണ് വെള്ളം എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതൊന്ന് കുതിർന്ന് നന്നായിട്ടൊന്ന് ഇളകട്ടെ. ഇച്ചിരി എൻ്റെ നാക്കിലൊക്കെ ആയി കേട്ടോ. അപ്പോൾ ഒരു മധുരം, അത് ഇരട്ടി മധുരത്തിൻ്റെയാണ്. ലിക്കറൈസ് ഓക്കെ. ഇത് മുഴുവൻ കലകി. അടുത്ത ഫ്രഷ് വാട്ടർ എടുക്കുന്നു. ഭയങ്കര ബ്രൈറ്റായി. ഓക്കെ, നല്ല മാറ്റമുണ്ട്. അതായത് ഒരു യൂസിൽ തന്നെ വിസിബിളായിട്ടുള്ള റിസൾട്ട് കാണാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണിത്. ഒറ്റ യൂസിന് തന്നെ അത് നോക്കി എന്ത് മാറ്റമാണ്. ഇതിങ്ങനെ ആഴ്ചയിൽ മിനിമം ഒരു 2-3 പ്രാവശ്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചാൽ മതി എത്ര മാറ്റം ഉണ്ടാവുന്നു. ഓക്കെ, നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ്. ഇൻഫ്ലമേഷൻ, നീര്, പിന്നെന്താ കറുപ്പ്, അതായത് കരിമംഗല്യം, പിന്നെ വെയിലത്ത് നടക്കുമ്പോൾ ഉണ്ടാകുന്ന ടാനും ഒക്കെ പോവും. ഓക്കെ, പിന്നെ ആക്നെ മാർക്സ്, മുഖക്കുരു വന്ന പാടുകൾ എല്ലാം പമ്പറണം. യെസ്, വാട്ട് എ ചേഞ്ച് എന്ന് കറക്റ്റ് പറയാൻ പറ്റും. ഇതിപ്പോൾ രണ്ടും അത്ര ഈക്വലി ഗുഡായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. രണ്ടും ഒരുപോലെ ഒരേ ടൈപ്പ് ഓഫ് റിസൾട്ട് തരുന്നതാണ്. അതായത് ലിക്വറൈസ് ആണെങ്കിലും ദാറ്റ് ഈസ് മുലേത്തി പൗഡർ ആസ് വെൽ ആസ് നമ്മുടെ മഞ്ചിഷ്ട ഈക്വലി ഗുഡാണ്. ഈക്വലി രണ്ടും കൂടി വരുമ്പോൾ അതിങ്ങനെ ഞാനിപ്പോൾ ഒരു ക്രീം ഫോമിലാക്കിയല്ലേ തേച്ച്. അത് അല്ലാണ്ട് ഫ്രഷായിട്ട് പാലിലോ പിന്നെ എന്താ പറയുക റോസ് വാട്ടറിലോ തൈരിലോ ഒക്കെ മിക്സ് ചെയ്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഇതിനൊരു പ്രത്യേക എക്സ്ട്രാ എഫക്റ്റ് കിട്ടും ഇങ്ങനെ ചെയ്താൽ. പിന്നെ ഇത് ഒരാഴ്ചത്തേക്കുള്ളത് ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കാം. നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് ആഴ്ചയിൽ 3 ദിവസം ഇതുപോലെ ചെയ്യാം. ഓക്കെ, ഫേസ് സോ ക്ലീൻ ആൻഡ് ക്ലിയർ. ഞാൻ ഇത്രയും ക്ലിയർ ആയിട്ട് ഇതുവരെ കണ്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കണ്ണാടിയിൽ, ഇത് ക്യാമറയിൽ കാണുമ്പോൾ അങ്ങനെയാണ്, ഞാൻ ഈ കണ്ണാടിയിൽ കൂടെ നോക്കട്ടെ. ഓ മൈ ഗോഡ്, വാട്ട് എ ചേഞ്ച്. നല്ല മാറ്റമുണ്ട്. വെരി നൈസ്. ഭയങ്കര ചേഞ്ചാണ്. ഞാൻ കഴുത്തിലിട്ടിട്ടില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ കഴുത്തും കൂടി ചേർത്തിട്ട് ചെയ്യാം. ഓക്കെ, യെസ്, ഇറ്റ്സ് ഫിനിഷ്ഡ്. 2 വെള്ളം കൂടി ഒരു ആദ്യത്തെ പാത്രത്തിലേക്ക് മാറ്റി. ഓക്കെ, ഞാനിപ്പോൾ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എത്ര മാറ്റമുണ്ട്. എന്ത് സുഖം, തൊടുമ്പോൾ ഒരു നല്ല തണുപ്പും. ആഹാ,
സോ റിഫ്രഷിങ്, സോ നൈസ്. ഇതിനെക്കാട്ടിലൊരു ബെറ്ററായിട്ടൊരു ഓപ്ഷൻ എനിക്ക് പറഞ്ഞു തരാനില്ല. നിങ്ങളുടെ എല്ലാ സ്കിന്നിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് ഇപ്പം ഞാൻ ഈ കാണിച്ച ഫേസ് പാക്ക്. പക്ഷേ എപ്പോഴും പറയുന്ന പറയാണ്, സ്ട്രെയിറ്റ് അവേ എടുത്ത് മുഖത്തിടരുത്, പാച്ച് ടെസ്റ്റ് ചെയ്യാം ഈ ഭാഗത്ത്. ഓക്കെ, ഒരു 5-6 മണി, ഒരു പറ്റുമെങ്കിൽ ഒരു 10-12 മണിക്കൂർ ഇട്ടോളൂ. ഒരു 5 to 6 hours എങ്കിലും ഇവിടെ ഇങ്ങനെ പുരട്ടി വയ്ക്കുക, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ പുരട്ടി വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തെങ്കിലും അലർജിയോ എന്തെങ്കിലും നമുക്ക് ചേരായിക ഉണ്ടെങ്കിൽ, നമ്മുടെ സ്കിൻ എല്ലാവരുടെ സ്കിൻ ഒരുപോലെയല്ലോ, ഉണ്ടെങ്കിൽ അത് അറിയാൻ പറ്റും. പിന്നെ അത് മുഖത്തൊന്നും ഇടരുത്. അല്ലാതെ നോർമൽ കേസിൽ മുഖത്ത് പ്രശ്നം ഉണ്ടാവില്ല. എങ്കിലും എപ്പോഴും ടു ബി ഓൺ ദ സേഫർ സൈഡ് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം ഉപയോഗിക്കുക. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എൻ്റെ സ്കിന്നിന് ഇതൊന്നും പ്രശ്നമില്ല. പക്ഷെ നിങ്ങളുടെ സ്കിന്നിനെ കുറിച്ച് നിങ്ങൾക്കല്ലേ അറിയാൻ പറ്റുള്ളൂ. ചെയ്ത് നോക്കാം, നല്ല റിസൾട്ടാണ്. സ്കിന്നിന് വേറെ ഇഷ്യൂസൊന്നും ഇല്ലെങ്കിൽ എക്സലൻറ്റ്. ഓക്കെ, ബ്യൂട്ടിഫുള്ളായിട്ട് മാറും നിങ്ങളുടെ സ്കിന്ന്. പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, പുറത്തേക്കൊക്കെ പോകുമ്പോൾ എല്ലാവരും ഇങ്ങനെ ചോദിക്കും, മുഖത്തിന് എന്തോ ഒരു ചൈതന്യമുണ്ടല്ലോ, ഒരു സ്പെഷ്യൽ ഗ്ലോ വന്നിട്ടുണ്ടല്ലോ, നല്ലൊരു ഗ്ലോയിങ് ആയല്ലോ, അങ്ങനെയൊക്കെ പറയില്ലേ, അതുപോലെ പറയും. കുറച്ചുകൂടി വെളുത്തു എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് വൈറ്റായി, കുറച്ചുകൂടി നിറം വെച്ചു എന്ന് പറയുന്നതിന് കുറേ കൂടെ റേഡിയൻറ്റ് സ്കിന്നായി എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഒന്നുകൊണ്ടും ഭയക്കണ്ട, ധൈര്യമായിട്ട് പോകും. അപ്പോൾ ഞാൻ ഈ മുടിയൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ടിരിക്കുമായിരുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ സന്തോഷം. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടു എന്ന് കേൾക്കട്ടെ. അപ്പോൾ ഇനി ഞാൻ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു മോയ്സ്ചറൈസർ മാത്രം ജസ്റ്റ് ഒന്ന് പുരട്ടിയിട്ട് എൻ്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഒരു ലിപ്സ്റ്റിക്ക് പോലും ഇട്ടിട്ടില്ല കേട്ടോ. ഓക്കെ, ലിപ് ഗ്ലോസ് ആണ് ഇത്. ദിസ് ഈസ് മൈ ലിപ്സ്റ്റിക്ക്. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എന്താണ് ചേച്ചിയുടെ ലിപ്സ്റ്റിക്ക് ഏതാണെന്ന്. ഇത് മാക്കാണ്. ഓക്കെ, മാക്കിൻ്റെ ഏതാണെന്ന് ചോദിച്ചാൽ ദിസ് ഇസ് റെട്രോ ഗോ റെട്രോ എന്നാണ് പറയുന്നത്. 688 ഗോ റെട്രോ. അത് മാക്കിൻ്റെയാണ്. ഓക്കെ, ഞാൻ സ്ഥിരമായിട്ട് ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. നിവിയയുടെ ആണ് ലിപ് ബാം ഉപയോഗിക്കുന്നത്, അത് ചെറി. ഇത് രണ്ടും കൂടിയാണ് എൻ്റെ കോമ്പിനേഷൻ. ഓക്കെ, വേറെ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല, കാണുന്നുണ്ടല്ലോ. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല. ഇപ്പോഴത്തെ ഫൈനൽ ലുക്ക് കണ്ടു, ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി വ്ളോഗ്സ്. ലവ് യു.